ശുങ്കുന് അച്ചാച്ച പറയപ്പോ ശുങ്കുവേ ഇടയ്ക്ക് അച്ചാച്ച ഇടയ്ക്ക് ശുങ്കു. ശുങ്കു അച്ചാച്ചാണ് വിളിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ബ്രോ. ബ്രോ ബ്രോ തിരുമുന്നതിനനുസരിച്ചിരിക്കുന്ന ടേസ്റ്റ്. ഹോപ്പ്ഫുള്ളി നമ്മൾ എന്തായാലും 5 നമ്മുടെ ഇതെടുക്കും, ലൈസൻസ് എടുക്കും. സീറ്റ് ബെൽറ്റ് പോനെ, സീറ്റ് ബെൽറ്റ്. അപ്പൊ ഞങ്ങൾ പള്ളിയിൽ പോകാൻ റെഡിയായി കയറുവാണ്. 3 മണിയായി. ഇപ്പൊ സമയം 1 മണി, പക്ഷെ ഇപ്പൊ നിലവിൽ സമയം 2 മണിയായി. സൂം ചെയ്യേണ്ട കാര്യമില്ല, കറക്റ്റ് ആൾക്കാർ കാണാം. 1 മണി 2 മണിയായ സമയം. മൊബൈലിൽ കാണിച്ചാ മൊബൈൽ ഇങ്ങോട്ടോ 2:01. അപ്പം കറക്റ്റ് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു സമയം കാണുന്നത്. എല്ലാ രീതിയിലും നമ്മളെ പറ്റിക്കാൻ. അപ്പൊ തിരുവനന്തപുരം ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഇപ്പോൾ 1 മണിക്കൂർ കൂടുതലായി. ഇപ്പോൾ 1 മണിയിൽ കാണിച്ചു. ഇപ്പോൾ അതിനകത്ത് സാധാരണ രീതിയിൽ നമ്മൾ നോർമൽ ഇതിൽ 1 മണിയിൽ നിന്ന് കാണിച്ചു. ഇപ്പോൾ പക്ഷേ 2 മണിയായി. 1 മണിക്കൂർ മുമ്പോട്ട് പോയി. 1 മണിക്കൂർ മുൻപോട്ട് പോയി. ഒഫീഷ്യലി സമ്മർ ആയെന്നർത്ഥം. അതെ, സമ്മറായി. നമ്മളിനിയും ഒരു ദിവസങ്ങളിൽ കുറച്ച് യാത്രയൊക്കെ ചെയ്യണം സന്തോഷകരമായിട്ട്. അത് തന്നെ. ഇനി നാളെ ഈ ക്ലോക്ക് എല്ലാം മാറ്റണം. അതെ, സമയം മാറ്റണം. ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ്. ഹാപ്പി ബർത്ത്ഡേ. തിരുവനന്തപുരത്തിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. താങ്ക് യു. താങ്ക് യു. അഞ്ചൂര് പഞ്ചസാര കിട്ടിയില്ല. പഞ്ചസാര എവിടെ കൊണ്ടുവച്ച് കാണുന്നില്ല. കേക്ക് ഉണ്ടാക്കി. അതല്ല, വേറെ ഇരിപ്പുണ്ട് ഒരു പാക്കറ്റ്. ഞങ്ങൾ അടിക്കുമ്പോ പൊട്ടിക്കാത്തുണ്ട്. ക്ലോക്ക് എല്ലാം മാറ്റണം. ക്ലോക്ക് മാറ്റുന്നില്ല, ടൈം മാറ്റണം. കടയിൽ പോണം. ഞായറാഴ്ച ഇവിടെ എല്ലാ കടയും ഇവിടുത്തെ കട എല്ലാം എനിക്കറിയാം. കുഞ്ഞൊരു കടയുണ്ട്, അതെല്ലാം ഞാൻ കണ്ടുപിടിച്ചേ. ഈ പഞ്ചായത്ത് മുഴുവൻ ടാക്സി ഓടി നടന്ന ആളെ. അതിവിടെ കൊച്ചു കടയുണ്ട്. അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാനുള്ള പരിപാടിയാണ്. ദോശയും സാമ്പാറും ചമ്മന്തിയും. പിന്നെ അടിപൊളി സാധനം ഇന്നലത്തെ അലുവ ഇന്നലെ കഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നല്ല ആർക്കും ബോധം ഉണ്ടായിരുന്നു. നിനക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു. ഞാൻ നല്ല എടുത്ത് കൊടുത്തില്ല. ഞങ്ങൾ കഴിച്ചു. ഞാൻ ലാസ്റ്റ് എഴുതുന്ന കേട്ടോ, ഓർമ്മയില്ലേ? എല്ലാം ഓർമ്മയില്ല. കഴിച്ചിട്ട് വീണ്ടും തരാൻ പോകും. അതെ, അതാണ് കുറുകിയ സാമ്പാർ. നല്ല ലുക്കുള്ള സാമ്പാർ. അതുകൊണ്ട് ഒരാൾ താഴെ കിടന്ന് പിടിക്കുന്നത്, ഒരാൾ മടിയിരിക്കുന്നതിന്റെ. ഇപ്പൊ ഞങ്ങള് നമ്മുടെ ട്രിവാൻഡ്രത്തിന്റെ ബർത്ത്ഡേക്ക് 5 ബോട്ടിൽ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ലൈറ്റ് ഉണ്ടാക്കാം. ലൈറ്റ് പരിപാടിയൊക്കെ കൊണ്ടുവന്നില്ല. അതെ, ട്രിവാൻഡ്രത്തിന്റെ ബർത്ത്ഡേ ഇവിടെ ആഘോഷിക്കുക. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. വീട്ടിൽ നിൽക്കുമ്പോ അങ്ങനൊക്കെ. ശുങ്കോ കൊച്ചിനെ നോക്കണേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ട്രിവാൻഡ്രം. ഹാപ്പി കാശ് നോക്കുന്ന എനിക്ക് തരാതെ കൊടുത്തോടെ അച്ചാന്ന്. ഇതിന് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ടെന്ന്. ക്രീം ഒന്നും ഇല്ല ഉണ്ടാക്കാൻ. ഒന്നും ഇല്ലാതെ ഉണ്ടാക്കില്ല. ഒന്നും ഇല്ലാതെ ഉണ്ടാക്കാനുള്ള
അര ഗ്ലാസ് പഞ്ചാര വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുഞ്ഞമ്മി ഇരിക്കുന്ന നോക്കിയ കേക്കിന്റെ അടുത്ത്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ബ്രോ. കുഞ്ഞമ്മി ശുങ്കു നേരെ പിടിക്കണേ കുഞ്ഞിനെ. മമ്മി ഇവിടെ പള്ളിയിൽ പോകാൻ റെഡിയായി. വെള്ളയൊക്കെ ഇട്ട് സെറ്റായിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും റെഡിയായി. 5 റെഡിയായിട്ട് വരണം. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം. രഞ്ജിത്തൊക്കെ തിരിച്ചു പോവാണ്. ഇതാ റെഡി ആയിരിക്കുന്നത്. ഓ സുന്ദരി ആരാ? അമ്മച്ചിയാ? ആരാ നീ? സുന്ദരിയാണോ? കുഞ്ഞുങ്ങളിതാണ് മഴയത്തിറങ്ങിയിരിക്കുന്നത്. രഞ്ജിത്തൊക്കെ പോവാണ്. ഓ തണുക്കുന്നുണ്ടോ? അകത്ത് കയറ്. കാണിച്ചേ. കുഞ്ഞുമണി 25 വയസ്സായി കഴിയുമ്പോ എങ്ങനെ ഇരിക്കുന്നു കാണിച്ചു തരാം. ചാറ്റ് ജിപിടി പറഞ്ഞ എങ്ങനെ ഇരിക്കുന്നു. കുഞ്ഞുമണിയെ എല്ലാരും സീറ്റ് വല്ലിട്ട് പോന്നെ. അമ്മി സീറ്റ് വല്ലിട്. അപ്പൊ ഞങ്ങൾ പള്ളിയിൽ പോകാൻ റെഡിയായി കയറുവാണ്. 3 മണിയായി. 2 മണിക്ക് അവിടെ കുർബാന തുടങ്ങി. ഇല്ലില്ല, ഇവിടുന്ന് ഒരു അരമണിക്കൂറേ ഉള്ളൂ. ഞങ്ങൾ നേരെ ഇവിടുന്ന് പോവാണ്. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം ഗൈസ്. ഹോശാന ഞായറാഴ്ച. ഇവിടുന്ന് ഇനി ഒരു 22 മിനിറ്റ് കൂടെ ഉണ്ട് പള്ളിക്ക്. ഇമ്മ ഹോശാന ഞായറാഴ്ച പാട്ടൊക്കെ പാടാം. ഹോശാന പള്ളി വന്ന കേട്ടോ. ഉള്ള തിരക്കാ. ഇന്ന് വണ്ടി റോഡ് സൈഡിലാണ്. നമ്മള് പള്ളിയില് കഴിഞ്ഞ് തിരിച്ചു പോവാണേ. തിരിച്ചു പോവുകയാണ്. പള്ളി കഴിഞ്ഞ് തിരിച്ചു പോയി. ഹോശാന ഞായറാഴ്ച പള്ളി എല്ലാരെയും കണ്ടു. അടുത്ത ഓശാനിക്കല്ലേ കാണാൻ പറ്റുന്നു. ഞങ്ങളുടെ അടുത്തും ചോദിച്ചു അമ്മേനെ വരുവോളെ ഇനി അടുത്ത ഓശാനിക്ക് കാണാതിരിക്കില്ലല്ലേ. നമ്മുടെ ഇവിടെ ഞായറാഴ്ചയാണ്. പലരും ചോദിക്കുന്നത് നമ്മള് ഇന്ന് ഞായറാഴ്ച ആയിരുന്നു നമുക്കിവിടെ ഇത് ഓശാന ഞായറാഴ്ച കുർബാനയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും കുർബാനയൊക്കെ കൊണ്ട് സന്തോഷമായി. നമുക്ക് സാധാരണ ശനിയാഴ്ചയാണ്. എല്ലാ രണ്ടാം രണ്ട് ശനി ഒന്നരവട്ടല്ല മാസത്തിൽ 2 ശനിയാഴ്ച. അപ്പൊ അന്നേരം നമ്മളുടെ ഡ്യൂട്ടി ചില സമയങ്ങളിൽ നമുക്ക് മിക്ക സമയങ്ങളിൽ ഡ്യൂട്ടി ആയിരിക്കും. എനിക്ക് അല്ലെങ്കിൽ 5-ന് ആർക്കെങ്കിലും ഡ്യൂട്ടി കാണും. അപ്പൊ നമുക്കത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മീൻസ് ഒരാളിപ്പോ 5 ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ. 5 ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ 5-ന് തന്നെ വരാം. എനിക്കാണെങ്കിലും തന്നെ വരാൻ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ എല്ലാം കൂടെ മാനേജ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് 1/2 മണിക്കൂർ ദൂരമുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് എപ്പോഴും വരാൻ പറ്റാറില്ല. ഹോപ്പ്ഫുള്ളി നമ്മൾ എന്തായാലും 5 നമ്മുടെ ഇതെടുക്കും, ലൈസൻസ് എടുക്കും. മമ്മി പോകുന്നതിന് മുമ്പേ ദൈവം അനുഗ്രഹിച്ചാല് എടുക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അതൊരു അത്യാവശ്യമാണ്. നമ്മുടെ ഒരു ആവശ്യത്തിന് പോകാനും ഒക്കെ നമുക്ക് അതൊരു അനിവാര്യമായ ഘടകമാണ്. ഇന്ന് ടൈം മാറിയത് കൊണ്ട് ഇരുട്ടിട്ടില്ല. അല്ലെങ്കിൽ ഇരുട്ടായിരിക്കും. ഇപ്പൊ ഇരുട്ടേണ്ട സമയമാണ്. അപ്പൊ അതുകൊണ്ടൊരു രസമാണ്. അപ്പൊ ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കുമില്ല. അപ്പൊ നമ്മൾ പോവുകയാണ്. പോയിട്ട് വന്ന് ഇവിടെ അടിക്കിപ്പുറക്കാണ്. പള്ളി പോയിട്ട് അടിക്കിപ്പുറക്കുന്നുണ്ട്. ഒരാള് തന്നെ ഇവിടെ എടുത്ത് അറിയുന്നത്. കുഞ്ഞുമണിയെ അവിടെ നമ്മള് സലാഡ് ഉണ്ടാകും. സലാഡ് വിനാഗിരി, ഉപ്പ്, സവാള, പച്ചമുളക് ഇട്ട് നല്ലതുപോലെ തിരുമുക. സുബു കഴിക്കുക. കണ്ണിൽ എരിഞ്ഞിട്ടേ ഒരു രക്ഷയില്ല. ഇത് തിരുമുന്നതിനനുസരിച്ചിരിക്കുന്നതിന് ടേസ്റ്റ്. കുഞ്ഞുമണി ഉറങ്ങി. എന്റെ സലാഡിന് ഇവിടെ പ്രിയമായി.
ഡിമാൻഡായി. ആരാ നിങ്ങളെ സലാഡ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്? പറയൂ. അതൊന്നും പറഞ്ഞൊരു കാര്യമില്ല. അത് ഉണ്ടാക്കുന്നവരെ കൈപ്പുണ്യം പൊല്ലിക്കും. ഞാൻ ഉണ്ടാക്കുന്നതിന്റെ അത്ര വന്നിട്ടില്ല. പക്ഷെ എന്നിട്ട് മമ്മിയുടെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വരച്ചുന്നു. എനിക്ക് തീർന്നു പോയതുകൊണ്ടാ. എന്നിട്ട് എന്റെ എടുത്തോണ്ട് പോയി. അതാ പറഞ്ഞേ. അത് സലാഡ് ഇല്ലാത്തത് കൊണ്ടാ. ഞാൻ ഇച്ചിരി എടുത്തായിരുന്നുള്ളൂ. ഇപ്പൊ ഞാൻ ഇച്ചിരി എടുത്തു. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇത് ഞരടിയത് ശരിയായിട്ടില്ല. സവാള ഞരടി ഉടയണം. അത്ര ഞരടിയാ മതി. ഇത്രല്ല, ശരിക്കും ഞരടണം. എന്റെ കണ്ണ് നേറിയോണ്ട് ഞാൻ നിർത്തിയതാ. കുഞ്ഞുമ്മ ഒന്നും കഴിച്ചില്ല. കുഞ്ഞുമ്മി കഴിക്കാത്തോണ്ട് മമ്മിക്ക് വിഷമം. അതൊന്നും കഴിക്കുന്നില്ല പേരായിട്ട്. വൈകുന്നേരം ഒന്നും കഴിച്ചില്ല. അരമുറി സമൂസ കഴിച്ചു പള്ളിന്ന് വന്നപ്പോ പാല് കുടിച്ച്. പിന്നെ മറ്റേ മുസ ഒരെണ്ണം തിന്നു. എന്ത് മുണസ? പള്ളിയിൽ വെച്ച് അതെല്ലാം കറുപ്പിന്റെ ഒരു റോള്. ആ റോള് അമ്മച്ചിക്ക് വയറ് നിറച്ചൊക്കെ തിന്നണം. ഒരു പ്ലേറ്റ് കുഞ്ഞുങ്ങളങ്ങ് തിന്നും. അങ്ങനെയല്ല, കുഞ്ഞുമ്മി പൊതുവെ അങ്ങനെ കഴിക്കുന്നില്ലേലും എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന, നിർബന്ധിച്ച് അങ്ങനെ കഴിപ്പിക്കുന്നില്ല. പക്ഷേങ്കില് ഇപ്പൊ ഒന്നും കഴിക്കുന്നില്ല. അത് കഴിക്കും. അതൊക്കെ അവർക്ക് ഇഷ്ടമുള്ള അവർക്ക് ചോക്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങൾ. അതാരാ പഠിപ്പിച്ചേ? എല്ലാം അമ്മച്ചിയാ. അമ്മച്ചീനെ പറഞ്ഞാച്ചാ മതി. ഞാൻ അയച്ചു കഴിഞ്ഞ് വന്ന് കിടന്ന് രാവിലെ ഞാൻ എന്തേലും കൊടുത്തിട്ട് കിടന്നാണ്ടല്ലോ അപ്പനും മോളും കൂടെ ഇവിടെ നടന്ന് ഇങ്ങനെ പെറുക്കി തിന്നും. പ്രോപ്പർ ആയിട്ടായിരുന്നു ഭക്ഷണം കറക്റ്റ് ടൈമിൽ കൊടുക്കാതെ ഇങ്ങനെ സ്നാക്ക് തിന്നും. ചോക്ലേറ്റും അതും ഇതൊക്കെ. കൊച്ചങ്ങനെ ശീലിച്ചു പോയി. കൊച്ചിന് കുറ്റം പറഞ്ഞിട്ട് വരുന്നുണ്ടോ? ഇപ്പൊ അവള് ക്ഷീണം കൊണ്ട് ഉറങ്ങിയതാ, അല്ലാതെ വേറെ ഒന്നും. പള്ളിയിലൊക്കെ പോയി ഭയങ്കര ക്ഷീണമായി. പള്ളി പോയി അർമാദിക്കുക. കളിയും ബഹളവും ഒക്കെ ആയിട്ട് ഓളമായിരുന്നു. വെള്ളിയാഴ്ച എങ്ങനെയാണോ എന്തോ തകർപ്പായിരിക്കും. അതൊക്കെ ഓരോ മൂടെ. പിള്ളേര് സെറ്റ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ. നമുക്ക് പിള്ളേരോട് കളിക്കാൻ ഇഷ്ടമാണ്. പിള്ളേരെ കണ്ടപ്പോഴത്തേ അവർക്ക് വേറെ ലോകമായി. എന്നാൽ തന്നെയാണെങ്കിലും കാശിയൊക്കെ വന്നു കഴിഞ്ഞപ്പം അച്ഛയുടെ ചുങ്കുന്റെ പുറകെ ഓട്ടവാ. കാശിന്ന് വിളിക്കുന്നേ. ചേട്ടാന്നുണ്ട് അച്ചാച്ച. അല്ല, ചേട്ടാന്ന് വിളിച്ചോണ്ടിരുന്നേ. എന്നെ അവിടെ ഇരുന്ന് കൊല്ലുമായിരുന്നു. കുഞ്ഞുമിയോ? അത് നിന്നോട് സ്നേഹം കണ്ടാണ് പൊന്നെ. അത് നിന്നോട് സ്നേഹം കണ്ടാ. അതൊക്കെ ചെയ്യും. പക്ഷെ സ്നേഹം ഭയങ്കര. ശുങ്കു ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ അപ്പൊ പറയും ശുങ്കു എന്തൊക്കെ തിന്നാൻ കൊടുത്താലും ആദ്യം ചോദിക്കും ഒരെണ്ണം ശുങ്കുവിന്. അച്ചാച്ച മാറിയപ്പോ ശുങ്കുവായി. ഇടയ്ക്ക് അച്ചാച്ച, ഇടയ്ക്ക് ശുങ്കു. ശുങ്കു അച്ചാച്ചാന്നാ വിളിക്കുന്നത്. അച്ചാച്ച അല്ല, എന്തൊരു സാധനം കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാലും അപ്പൊ അടുത്ത കൈ ചോദിക്കും അച്ചാച്ചന്. ശുങ്കു അച്ചാച്ചനാണെങ്കിലോ? അച്ചാച്ചനാണെങ്കിൽ കുഞ്ഞുമണിയുടെ കയ്യിരിക്കുന്നതോടെ മേടിച്ചിട്ടു. അത് തന്നെ. വാട്ട് അബൌട്ട് യു ഡാഡിയോ? ഇപ്പൊ കിടന്നുറങ്ങ്. ഗുഡ് നൈറ്റ്. സൈനിങ് ഓഫ് പറയൂ. കൈപ്പൻസ്. മറ്റൊരു ബ്ലോഗായിട്ട് കാണാം ഗൈസ്.